എല്ലാവർക്കും നമസ്കാരം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത്. ഒരു 1/4 ഗ്ലാസ് ഗ്രീൻ പീസ് എടുത്ത് നമുക്ക് കുതിരാനായി മാറ്റി വെക്കാം. ഒരു ചെറിയൊരു ക്യാരറ്റ്, ചെറിയൊരു പൊട്ടറ്റോ, ചെറിയൊരു ബീട്രൂട്ട്, ഇവയാണ് നമുക്ക് വേണ്ട പച്ചക്കറികൾ. ആദ്യം ഗ്രീൻ പീസ് ഒരു പകുതി വേവിച്ചെടുക്കാം. അതിലേക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ഒഴിച്ച് വീണ്ടും 2 വിസിൽ കൂടി നമുക്ക് അടിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് 2 ഉള്ളി നമുക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് നമുക്കതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിലേക്ക് നമുക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ വെന്ത് നല്ലൊരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് എല്ലാ പച്ചക്കറികളും ഒന്നിങ്ങനെ ചതച്ച് കൊടുക്കണേ. ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് മാഷ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറുകിയൊരു രീതിയിലാണ് ടേസ്റ്റ്. ഞാൻ അതുപോലെയാണ് എടുക്കുന്നത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് മല്ലിയില കൂടി ചേർക്കാം. വളരെ സ്വാദുള്ളൊരു കറിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.